നമസ്കാരം. CPM പിളർപ്പിലേക്ക് പിണറായിസത്തിലൂടെ റിയാസ് മുഖ്യമന്ത്രിയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പിണറായിസം പൂർണ്ണമായിട്ട് പിടിമുറുക്കുന്നുവെന്ന് കാണാം. VS മകനും ഷംസീറിനും സീറ്റില്ല എന്നുള്ളത് മാത്രമല്ല, കോടിയേരി കുടുംബവും പുറത്താകുന്ന കാഴ്ച കാണേണ്ടി വരുന്നു. പിണറായിയെ വെല്ലുവിളിക്കുന്ന ആരും തന്നെ CPM ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല എന്നുള്ളത് അതിശയിക്കാനുള്ളതല്ല. VS എന്ന വികാരമില്ലാതെ വിജയിക്കാൻ CPM കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ഒരേ ഒരു ചോദ്യം. പാർട്ടിക്കുള്ളിലെ വിരുദ്ധ ശബ്ദങ്ങളെയും മുൻകാലങ്ങളിലെ അധികാര കേന്ദ്രങ്ങളെയും പൂർണ്ണമായിട്ടും നിഷ്കാസനം ചെയ്തുകൊണ്ടുള്ള ഒരു വൻ അഴിച്ചുപണിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യപ്രകാരം നടന്നിരിക്കുന്നത്. VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ മുതൽ നിലവിലെ സ്പീക്കർ AN ഷംസീർ വരെ പട്ടികയ്ക്ക് പുറത്തായപ്പോൾ പിണറായിയുടെ വിശ്വസ്തർക്കും രണ്ടാം നിര നേതാക്കൾക്കും മാത്രമാണ് മുൻഗണന ലഭിച്ചത് എന്നുള്ളതാണ്. VS അച്യുതാനന്ദൻ പതിറ്റാണ്ടുകളോളം പ്രതിനിധീകരിച്ചിരുന്ന മലമ്പുഴയിൽ അദ്ദേഹത്തിന്റെ മകൻ VA അരുൺകുമാറിനെ മത്സരിപ്പിക്കുമെന്ന് നേരത്തെ ശക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. VS എന്ന വികാരം വോട്ടാക്കി മാറ്റുവാൻ ഇത് സഹായിക്കുമെന്ന വിലയിരുത്തലുകൾ പാർട്ടിയിൽ ഉണ്ടായെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർശന നിലപാട് ഇതിന് തടസ്സമായി എന്നുള്ളതാണ്. അരുൺകുമാറിന് സീറ്റ് നൽകേണ്ടതില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിന് മുന്നിൽ പാർട്ടി വഴങ്ങുകയായിരുന്നു. ഇതോടെ മലമ്പുഴയിൽ പ്രഭാകരൻ തന്നെ വീണ്ടും ജനവിധി തേടുകയാണ്. 2 ടൈം വ്യവസ്ഥയുടെ പേരിൽ AM ഷംസീറിനെ ഒഴിവാക്കിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു. പല ഉറച്ച സീറ്റുകളിലും ടൈം വ്യവസ്ഥയിൽ ഇളവ് നൽകിയപ്പോഴും ഷംസീറിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. PM മുഹമ്മദ് റിയാസിന് ഭാവിയിൽ വെല്ലുവിളിയാകുവാൻ സാധ്യതയുള്ള യുവ നേതാക്കളെ വെട്ടിനിരത്തുന്നതിന്റെ ഭാഗമായാണ് ഇതെന്നുള്ളത് സൂചനയാണ്. മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ നിന്നുള്ളവർക്ക് ഇത്തവണ സീറ്റ് നൽകിയില്ല എന്നുള്ളതാണ്. പിണറായിയുടെ കീഴിൽ വളർന്നു വന്നവരും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും മാത്രമാണ് പട്ടികയിൽ ഇടം പിടിച്ചത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായിട്ടുള്ള PA മുഹമ്മദ് റിയാസിന് പാർട്ടിയിലും ഭരണത്തിലും ഭാവിയിൽ എതിർ ശബ്ദമാകാൻ സാധ്യതയുള്ള ആരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. കോഴിക്കോട് ആ ജില്ലയിൽ ഉൾപ്പെടെ നടന്ന സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയപ്പെടുന്നത് ഇതിന് ഒരു ഉദാഹരണമായി കാണേണ്ടി വരും. പിണറായി വിജയൻ എന്ന ഒരൊറ്റ നേതാവിലേക്ക് പാർട്ടിയും ഭരണവും കേന്ദ്രീകരിക്കുന്ന പിണറായിസമാണ് ഈ പട്ടികയുടെ അടിസ്ഥാനം എന്ന് പറയപ്പെടുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM വലിയ വെട്ടിനിരത്തലുകൾ നടത്തുമ്പോഴും പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്നത് പ്രതിപക്ഷത്തെ ഈ അനിശ്ചിതത്വമാണ്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഗ്രൂപ്പ് വഴക്കുകളും തുടരുന്ന സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം മറികടക്കുവാൻ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെയുള്ള നീക്കമാണ് ഇടതുപക്ഷം നടത്തുന്നത് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്താൻ കഴിഞ്ഞത് ഗുണകരമാകുമെന്ന് തന്നെ പാർട്ടി വിലയിരുത്തുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മലമ്പുഴയിൽ തന്നെ VA അരുൺകുമാറിനെ ഒഴിവാക്കി പ്രഭാകരനെ തന്നെ മത്സരിച്ചു. തലശ്ശേരിയിൽ AM ഷംസീറിന് പകരം അവിടെ കാരായി രാജനെ പ്രതിഷ്ഠിക്കുന്നു. മട്ടന്നൂരിലേക്ക് വന്നാൽ അവിടെ VK സനോജ് ജനവിധിയോട് പഴയ മുഖങ്ങളായിട്ടുള്ള KK ശൈലജ ടീച്ചർ പേരാവൂരിലേക്ക് പോകും. AC മൊയ്തീൻ കുന്നംകുളത്തേക്ക് പോകും. പ്രൊഫസർ C രവീന്ദ്രനാഥ് മണ്ണല്ലൂർ, ഇവിടെയൊക്കെ പട്ടികയിൽ ഉള്ള പേരുകളാണ്. VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിന്റെ മലമ്പുഴയിൽ തഴഞ്ഞത് പ്രാദേശിക പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശയുണ്ടാക്കി. VSനുള്ള ഒരു സ്നേഹസൂചകമായിട്ട് വേണമെങ്കിൽ അരുൺകുമാറിനെ മത്സരിപ്പിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം പ്രവർത്തകർ നേതൃത്വത്തിന്റെ വെട്ടിനിരത്തിൽ തന്ത്രത്തിൽ അസംതൃപ്തരാണ് എന്നുള്ളതാണ്. VS എന്ന വികാരത്തെ പാർട്ടിക്കുള്ളിൽ നിന്നും പൂർണ്ണമായിട്ടും തുറച്ചു നിൽക്കുവാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കമാണിത് എന്നുള്ള വിമർശനം വളരെ കൃത്യമായി ഉയരുകയും ചെയ്തു. പ്രഭാകരന് വീണ്ടും അവസരം നൽകിയത് പുതുമുഖങ്ങളെ കൊണ്ടുവരണമെന്ന വാദത്തിന് വിരുദ്ധമാണ് എന്നുള്ള ആരോപണം കൂടി നിലനിൽക്കുന്നു. സ്പീക്കർ AM ഷംസീറിനെ തലശ്ശേരിയിൽ നിന്ന് മാറ്റിയത് കണ്ണൂരിലെ യുവനിരയെ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2 ടേം വ്യവസ്ഥയുടെ പേരിൽ ഷംസീറിനെ ഒഴിവാക്കിയപ്പോൾ മറ്റു പലർക്കും ഇളവ് നൽകിയതാണ് അമർഷത്തിന് കാരണം. മുഹമ്മദ് റിയാസിനായിട്ട് കളമൊരുക്കാൻ വേണ്ടിയിട്ട് ഷംസീറിനെ ബലി നൽകി എന്ന പ്രചാരണം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമാണ്. അത് 2021 തെരഞ്ഞെടുപ്പ് കാലത്തും മന്ത്രിയാക്കാതെ മാറ്റി നിർത്തപ്പെട്ട ഷംസീറിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അന്ന് മുഹമ്മദ് റിയാസ് മന്ത്രിയാവുകയും ചെയ്തു. പകരം ഷംസീറിനെ സ്പീക്കറായി അവരോധിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ തഴയേണ്ട വിധത്തിൽ പലരെയും പലതരത്തിൽ തഴയുകയും ചെയ്തു. ഇപ്പൊ തന്നെ മുൻ സംസ്ഥാന സെക്രട്ടറിയായിട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ നിന്ന് ആരെയും തന്നെ പരിഗണിച്ചിട്ടില്ല. ആരും ഈ സ്ഥാനാർത്ഥി നിർണയത്തിലോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിലോ ഇടം പിടിച്ചിട്ടില്ല. പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നയിച്ച നേതാവിനോടുള്ള അവഗണനയാണ് ഇത് എന്നുള്ള വാദം വളരെ ശക്തമായി വരുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത വലയത്തിന് പുറത്തുള്ളവർക്ക് സ്ഥാനമില്ലെന്നുള്ള സന്ദേശം ഇതിലൂടെ നൽകുമ്പോൾ പാർട്ടി പ്രവർത്തകർ രഹസ്യമായും ചിലപ്പോൾ ഇനി പരസ്യമായും പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നേതാവിനെ വേണ്ട എന്നായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് CPMലെ ഈ ഒരു മുറുമുറുപ്പുണ്ട്, ഒരിക്കൽ പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു മുറുമുറുപ്പ്. അത് ചിലപ്പോൾ CPMനെ പിളർപ്പിലേക്ക് നയിക്കും. പിണറായിസത്തിലൂടെ ആ പിളർപ്പ് പൂർണ്ണമാകും. പിണറായിസത്തിലൂടെ വെട്ടിനിരത്തലുകൾ കൊണ്ട് നേടിയെടുക്കാൻ പോകുന്നത് റിയാസ് എന്ന് പറയപ്പെടുന്ന മരുമകൻ ഒരു മുഖ്യമന്ത്രി പദവിയായിരിക്കും.